ഹലോ ഓൾ. സോ നമ്മുടെ യൂണിറ്റ് 3 ചൈൽഡ് റൈറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സീത ആക്ട് ആണ്. എന്ന് വെച്ചാല് ദ സബ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ഗേൾസ് ആക്ടിനെയാണ് നമ്മൾ സീത എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നിട്ടുള്ളത് 1956 ഓക്കെ. അപ്പോ ഇത് ലാസ്റ്റ് ടൈം ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ആക്ട് ആണ് ഈ ഇമ്മോറൽ ട്രാഫിക്കിന്റെ. ഇമ്മോറൽ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കടത്തുക, മനുഷ്യ കടത്തുക, അല്ലെങ്കിൽ പെൺകുട്ടികളെ കടത്തി കൊണ്ടുവരാനൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിമകളായിട്ടും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കൊക്കെ ഇമ്മോറൽ ട്രാഫിക്കിംഗ് കടത്തി കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്തിട്ട് കൊണ്ടുള്ള ആക്ടിനെയാണ് നമ്മൾ സീത എന്ന് പറയുന്നത്. The prevention of trafficking of women and girls for sexual activity in and out of India. സോ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുട്ടികളെയും സ്ത്രീകളെയും കടത്തിക്കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഈ സീത ഡിസ്കസ് ചെയ്യുന്നത് ഏത് മാത്രമാണ്? സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കുട്ടികളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും കടത്തിക്കൊണ്ടുവരുന്നതിന് മാത്രമേ നമ്മുടെ സീത എന്ന് പറയുന്ന ഈ ആക്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും കടത്തിക്കൊണ്ടുവരിക. ഓക്കെ. Then on the basis of International UN Convention on Prevention of Immoral Trafficking on 1950 May 9th at New York. അപ്പൊ എന്താണ്? 1950 മെയ് 9 ന്യൂയോർക്കിൽ വെച്ച് നടന്നിട്ടുള്ള UN കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ഈ സീത നിലവിൽ വന്നത്. ഓക്കെ, അതിലെന്താ UN കൺവെൻഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രിവെൻഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സീത നിലവിൽ വന്നിട്ടുള്ളത്. Then 1986 renamed into Immoral Traffic Prevention Act. അപ്പൊ ഈ 1986 ഈ നമ്മുടെ സീത എന്ന് പറയുന്ന ഈ ആക്ട് എന്തായിട്ട് റീനെയിം ചെയ്തു? ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, ITP എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തു. അപ്പൊ 56 ഇത് സീതയായിരുന്നു. 86 അതായത് ഏകദേശം 30 വർഷത്തോളം ആയപ്പോ അത് ITP ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ആയിട്ട് പേര് മാറ്റി. Then to prevent prostitution by criminalizing sex work. പണ്ട് കാലത്തൊക്കെ ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത് ഒരു ജോലിയായിരുന്നു. അതിന് അങ്ങനെ പ്രിവെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സീത വന്നതിന് ശേഷം എന്താ വിചാരിക്കുന്നത്? ഈ വേശ്യാവൃത്തി അല്ലെങ്കിൽ സെക്സ് വർക്ക് ഒക്കെ ഒരു ക്രിമിനലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു കുറ്റകൃത്യമായിട്ട് കണ്ടിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുക. അതൊരു കുറ്റമാണ് എന്നുള്ളത് വരുത്തി തീർത്ത് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഈ ആക്ടിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് 25 സെക്ഷൻസ് ആൻഡ് 1 ഷെഡ്യൂൾ. 25 സെക്ഷൻസും ഒരു ഷെഡ്യൂളും ഉള്ള ഒരു ആക്ട് ആണ് നമ്മുടെ സീത. 1986 ആക്ട് ഇസ് ജെൻഡർ ന്യൂട്രൽ. അപ്പൊ എന്താണ്? ഈ 56 പെൺകുട്ടികളെയും അതേപോലെ തന്നെ സ്ത്രീകളെയായിരുന്നു. പക്ഷെ 86 നമ്മൾ റീനെയിം ചെയ്തിട്ട് അതിനൊന്ന് മോഡിഫൈ ചെയ്തില്ലേ? അത് എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രൽ ആണ്. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും അത് ബാധകമാണ്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കി വെക്കാം. അതിപ്പോ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു. എന്തൊക്കെയാ? പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് ഇല്ലീഗൽ ആൻഡ് പണിഷബിൾ. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്രൈം ആണ്, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ കുറ്റകൃത്യമാണ്. സോ അത് ഇല്ലീഗൽ ആണ്, പണിഷബിൾ ആണ്. എനി പേഴ്സൺ ഇൻവോൾവ് ഇൻ എനി ഫേസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് പണിഷബിൾ, ദാറ്റ് ഈസ് റിക്രൂട്ടിംഗ്, ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് റിസീവിംഗ് പീപ്പിൾ. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഈ പ്രോസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു ഫേസിലും ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? പണിഷബിൾ ആണ്. അതായത് ആരെങ്കിലും ഇപ്പൊ നിയമിക്കാം, പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിനെ നമ്മൾ നിയമിക്കുക, അല്ലെങ്കിൽ ആ കുട്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ റിസീവ് ചെയ്യുക, അതെല്ലാം കുറ്റകൃത്യമാണ് എന്നാണ് പറയുന്നത്. ദെൻ പേഴ്സൺ ഇൻവോൾവിംഗ് ചൈൽഡ് ഈസ് പണിഷബിൾ ബൈ ദ ലോ. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല ആർക്കും ബാധകമാണ്, കുട്ടികൾക്കും ബാധകമാണ്. അതായത് കുട്ടികളെ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നവർക്കും പണിഷ്മെന്റ് കിട്ടാവുന്നതാണ്. Then the Immoral Traffic Act only covers trafficking for the purpose of prostitution and exclude all other types of trafficking. അതായത് നമ്മൾ ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് സെക്ഷൽ ആക്ടിവിറ്റിക്ക് മാത്രമാണെങ്കിൽ അതിനെ മാത്രമേ നമ്മുടെ ഈ ആക്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വേറെ ഏതെങ്കിലും ആക്ടിവിറ്റി, അതായത് ഇപ്പോ നമ്മൾ പറയില്ലേ അവയവ കള്ളക്കടത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി, അടിമകളെ പോലെയൊക്കെ ആ രീതിയിലൊക്കെ ആണെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ട്രാഫിക്കിംഗ് മാത്രമാണ് ഈ സീത ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. Then define the prosecution as the sexual exploitation
or abuse of person for commercial purposes or consideration of money or any other kind. ഈ ആക്ട് ആണ് ശരിക്കും പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഈ സെക്ഷൽ ആക്ടിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തു. എന്താണ്? സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അബ്യൂസ് ഓഫ് എ പേഴ്സൺ ഫോർ കമേഴ്ഷ്യൽ പർപ്പസ് ഓർ കൺസിഡറേഷൻ ഓഫ് മണി. പൈസയ്ക്ക് വേണ്ടിയിട്ട് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യാം, അതിനെയാണ് നമ്മൾ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then the Immoral Traffic Act only prevents and regulates prostitution. It does not outright prohibit prostitution. എന്താണ്? ഇതിനെ തടയുന്നേ ഉള്ളൂ. പ്രോസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം നമുക്ക് തടയാം എന്നുള്ളതാണ് നോക്കുന്നത്. അത് എങ്ങനെ നിർത്തലാക്കാം, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, കംപ്ലീറ്റ്ലി എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളത് ഈ ലോ കൊണ്ട് പറയുന്നില്ല. ഓക്കെ, മാക്സിമം അത് പ്രിവെന്റ് ചെയ്യാൻ നോക്കാം, പക്ഷെ അതെങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നില്ല. Then, the first and third section of the Act outline the illegality of prostitution as well as the penalties of owning a brothel or a similar establishment. അപ്പൊ ഫസ്റ്റ് ആൻഡ് തേർഡ് സെക്ഷൻ എന്താണ് പറയുന്നത്? നമ്മുടെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ്, അതിന്റെ ഇല്ലീഗാലിറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബ്രോത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേശ്യാലയം എന്നാണ്. അപ്പൊ ഒരു വേശ്യാലയം നടത്തിക്കൊണ്ടു പോകുന്നതും അതേപോലെ തന്നെ അതേപോലൊരു സംഭവം ഉണ്ടാക്കുന്നതൊക്കെ എത്രത്തോളം എന്താണ് പിനലൈസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ആൻഡ് തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് നമ്മുടെ ഇതിലേക്ക് വരുന്ന പണിഷ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? സെക്ഷൻ 3 to 9 അതേപോലെ തന്നെ 11, 18, 20 and 21 discusses the punishment and penalties of trafficking. അപ്പൊ ഇതിന്റെ ഈ ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന്റെ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന്റെ പണിഷ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പെനാൽറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 3 to 9 പിന്നെ 11, 18, 20 and 21 ആണ് കേട്ടോ. Then the following actions are punishable under ITPA. 86-ൽ മോഡിഫൈ ചെയ്ത ITPA പ്രകാരം ഏതൊക്കെയാണ് കുറ്റകരമായിട്ടുള്ളത്? മെയിൻറ്റെയിനിങ് ആൻഡ് യൂസിങ് ദ പ്രോപ്പർട്ടി ആസ് എ ബ്രോത്തൽ. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലമോ വീടോ ഒരു വേശ്യാലയമായിട്ട് യൂസ് ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. ദെൻ ലിവിംഗ് ഓഫ് ഇൻകം ഫ്രം പ്രോസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ വഴി പൈസ ഉണ്ടാക്കുന്നത് കുറ്റകരമാണ്. പിമ്പിങ് ഓർ അതർവൈസ് സോളിസിറ്റിംഗ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ, അതിനുവേണ്ടി നിർബന്ധിക്കുന്നതും അതൊക്കെ എന്താണ്? കുറ്റകരമാണ്. ദെൻ സെഡ്യൂസിങ് എ പേഴ്സൺ ഇൻ കസ്റ്റഡി, അതായത് നമ്മുടെ കസ്റ്റഡിയിലുള്ള ഒരാളെ സെഡ്യൂസ് ചെയ്യുന്നതും കുറ്റകരമാണ്. ദെൻ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇൻ പബ്ലിക് പ്ലേസും കുറ്റകരമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഓൺ ആയിട്ട് എടുത്ത് എഴുതിക്കൂടെ? ഇതൊന്നും ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ആക്ട് പ്രകാരം പണിഷബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ ശേഷം 2006 ഒരു ഇമ്മോറൽ ട്രാഫിക് അമെൻഡ്മെന്റ് ബില്ല് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് ആക്ട് ആണ്, ഇതൊരു ബില്ലാണ്. അതായത് സീതയുടെ തന്നെ ഒരു റിവൈസ്ഡ് വേർഷൻ ആയിരുന്നു. ഇതിൽ എന്താ പറയുന്നത്? Instead of penalizing prostitutes, it penalizes the person who visit them. നല്ലൊരു കാര്യം. അതായത് പണ്ടത്തെ സീത പ്രകാരം പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ മോഡിഫൈ ചെയ്തിട്ടുള്ള ഈ ബില്ല് പ്രകാരം എന്താണ്? പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവർക്കല്ല, അവരെ അതിനു വേണ്ടിയിട്ട് സമീപിക്കുന്നവർക്കാണ് എന്തുള്ളത്? ഈ പെനാൽറ്റിയും പണിഷ്മെന്റും ഒക്കെ ഉള്ളത്. കാരണം ഇവര് ചെല്ലുകൊണ്ടാണല്ലോ അവർ ആ പ്രവൃത്തി ചെയ്യുന്നത്. സോ ദോസ് ഹു ആർ വിസിറ്റിംഗ് ദം, അവർക്കാണ് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും ക്യാമറയുടെ മുന്നിലാണ് ട്രയൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പണിഷ്മെന്റ് ഫോർ ട്രാഫിക്കിംഗ് ഫോർ ദ purpose of prostitution, trafficking for other purpose is not included. എന്താണ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ അതർ പർപ്പസിന് വേണ്ടിയിട്ട് ഈ അടിമക്കടത്തോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തോ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്ന ട്രാഫിക്കിംഗ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ട് അതോറിറ്റീസ് അറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ബട്ട് നോട്ട് എംഫസൈസ് ഓൺ ദ റോൾ, ഫംഗ്ഷൻ എക്സെട്ര. ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഇതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ കുറെ അതോറിറ്റീസിനൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇവരുടെയൊക്കെ റോൾ എന്താ, ഇവരെന്താ ചെയ്യേണ്ടതെന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ബില്ലാണെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏതില് വരുന്നത്? ഇമ്മോറൽ ട്രാഫിക്കിങ്ങിൽ വരുന്നത്. ഇനി ഇതിന്റെ കുറച്ച് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒന്നുമില്ല. ഈ സീത ആക്ടിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? അതർ ദാൻ ദ ആക്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മിനിസ്ട്രി ഓഫ് അഫയേഴ്സ്.
മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ ഒരു ആക്ട് ആയിരുന്നു. ദെൻ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നു. ദെൻ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ യൂണിസെഫ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ജുഡീഷ്യൽ ഹാൻഡ് ബുക്കിങ്ങിന്റെ 3 മാനുവൽസ് എഴുതി കൊടുക്കുകയും ചെയ്തു. അതായത് ട്രാഫിക്കിങ്ങിന്റെ പേരിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ റൂൾസ് ആണ്, എന്തൊക്കെ പെനാൽറ്റി ആണ്, പണിഷ്മെന്റ് ആണ്, അങ്ങനത്തെ 3 മാനുവൽസ്, 3 ചാപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ആര് എഴുതി കൊടുത്തു? നമ്മുടെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും യൂണിസെഫും കൂടി എഴുതി കൊടുത്തു ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ ഈ 2 ഡിപ്പാർട്ട്മെന്റ്സും നിലവിൽ വന്നു. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ഫീച്ചേഴ്സിൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ അതോറിറ്റീസ് വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആദ്യത്തെ 2 മിനിസ്ട്രി ഓഫ് അഫയേഴ്സും അതേപോലെ തന്നെ MWCD, മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രാഫിക്കിംഗ് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് സീത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. എന്താണ് സീത, അതിന്റെ ഫുൾ ഫോം എന്താണ്, ഏത് വർഷമാണ് നിലവിൽ വന്നിട്ടുള്ളത്, ആരൊക്കെയാണ് ബാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളെയാണ് ബാധിക്കുക, അതേപോലെ തന്നെ എന്തൊക്കെ പണിഷ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ 2006 ബില്ലൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം, അവരുടെ ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് വന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. ബൈ ബൈ.